തലേന്ന് ചെക്കന്മാർ വീട്ടിൽ വരുന്നത് ഇപ്പോൾ ഒരു ശീലമായി ട്രെൻഡിംഗ് ആയി മാറിയിട്ടുണ്ട്. സോ എനിവേ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ആൻസർ ആൻഡ് ദ ടീം ഹോൾ ടീം വെരി ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ശരിക്കും ഒരു സിനിമ എപ്പോഴും ഇങ്ങനെ റിലേറ്റബിൾ ആവുന്നതും ആളുകൾക്ക് കൂടുതൽ കണക്ട് ആവുന്നതും ആ സിനിമ ജനങ്ങൾക്ക് എത്രത്തോളം എത്തുന്നുണ്ട് എന്നനുസരിച്ചിട്ടാണ്. അപ്പൊ ഈ വള എന്നുള്ള സിനിമ നാളെ നിങ്ങളടുത്ത് എത്തുമ്പോൾ നിങ്ങളത് എത്രത്തോളം സ്വീകരിക്കുന്നതനുസരിച്ചിട്ടാണ് അതിന്റെ ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഈ തലയിൽ ചട്ടിക്ക് വെച്ചിട്ട് ഈ പെരുമഴത്ത് എങ്ങോട്ടോ പോകണമെന്നാണ് വിചാരിക്കുന്നുണ്ടാവില്ലേ? യെസ് ഗൈസ്, ഞാൻ നമ്മുടെ വള മൂവീൻ്റെ പ്രൊമോഷന് ലുക്മാൻഖിനെ കാണാൻ വേണ്ടി പോവാണ്. സോ എക്സൈറ്റഡ്. നമ്മുടെ കൊടുവള്ളിയിൽ നിന്ന് കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലേക്കാണ് പോകുന്നത്. അവിടെയാണ് മൂവി പ്രൊമോഷൻ നടക്കുന്നത്. സോ നല്ല മഴയാണ്, നല്ല ബ്ലോക്കാണ്. നല്ല മഴയൊക്കെയല്ലേ? സോ നല്ലൊരു ചൂട് ചായ കുടിക്കാൻ പോയി. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു നല്ലൊരു അടിപൊളി കഫേ കണ്ടു. അവിടെ കയറി നല്ല ചായ, നല്ല സൂപ്പർ ഇറച്ചി കേക്കൊക്കെ കഴിച്ച് നേരെ നമ്മുടെ ബിസിനസ് പാർക്കിലേക്ക് വിട്ടു. നമ്മൾ ബിസിനസ് പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് നല്ല മഴയാണ്, അപ്പോൾ ജസ്റ്റ് ഒന്ന് പൗഡർ, ലിപ്സ്റ്റിക് സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഏത് ഫ്ലോറിലാണെന്ന് അറിയില്ല, അപ്പോൾ അവിടേക്ക് പോവാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് സെറ്റാക്കിയിട്ട് വീഡിയോ എടുക്കാം. ഓക്കെ. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുമ്പോഴാണ് പെട്ടെന്ന് എൻ്റെ ഫ്രണ്ടിനെ കണ്ടു. യെസ്, ഫിൽഷാനെ കണ്ടു. അവിടുന്ന് സംസാരിച്ചു, നേരെ നടന്നു. അപ്പോൾ നമ്മളിപ്പോൾ മീറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹേയ് കോഴിക്കോടാണ്. ആഷിക്ക് ഇപ്പോൾ ഉപ്പയാണ്. കണ്ടാൽ നമുക്ക് പ്രായം തോന്നൂലെങ്കിലും ചെറിയ ചെക്കനെ തോന്നുമെങ്കിലും ഉപ്പയാണ് അല്ലേ? കുട്ടിക്ക് ഒരാള് LKG-യിലും ഒരാള് 3 മാസവും. Okay, ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിൻ്റെ ഹവായി LED സ്ക്രീനാണ് ഇവിടെ എടുത്തിട്ടുള്ള ഗൈസ്. ഫിദ ഡെഡിക്കേറ്റഡ്. ഇവിടെ ടീംസൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. റഹുഫ്രാസ്, ആമി വ്ളോഗ്സ്, ഹർഷി, ഹേയ് കോഴിക്കോട് എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ലുക്മാൻക ആൻഡ് ദ കംപ്ലീറ്റ് ഗ്രൂപ്പ് മെമ്പേഴ്സിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ വന്നത് വെച്ചാൽ നമ്മുടെ വള ഫിലിമിൻ്റെ പ്രൊമോഷന് വന്നതാണ്. പ്രൊമോഷന് കുറച്ച് ഇൻഫ്ലുവൻസേഴ്സൊക്കെ വിളിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചാടി പോകുന്നതാണ്. അപ്പോൾ നമ്മളെ ധ്യാൻ ശ്രീനിവാസനുണ്ട്, പിന്നെ ലുക്മാനുണ്ട്, ബാക്കി ആരൊക്കെയോ അതിൽ കാണുന്നുണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെയിം ടൈം മമ്മ വരുന്നുണ്ട്, അപ്പോൾ മമ്മനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഞാനൊരു മൂവി പ്രൊമോഷന് ആദ്യമായിട്ടാണ് പോകുന്നത്. കുറച്ച് 1-2-3 ചാൻസ് കിട്ടിയെന്ന്, പക്ഷേ അതിനൊന്നും അങ്ങനെ പോയിട്ടില്ല. പക്ഷെ ഇപ്പം അതിന് ആദ്യമായിട്ടാണ് ഒരു മൂവി പ്രൊമോഷൻ വരുന്നത്. സോ എങ്ങനെയാണ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് ചോദിക്കാൻ പറ്റുന്ന ഐ തിങ്ക് സോ. പക്ഷേ ചാൻസ് കിട്ടി ഞാൻ എന്തായാലും ചോദിക്കും, അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. എന്തായാലും ഒരു ഫോട്ടോ വീഡിയോസൊക്കെ ലുക്കാൻ്റെ കൂടെ എന്തായാലും എടുത്തു. ഭാഗമായിട്ട് ലുക്മാൻ അവറ, ശീതൽ ജോസഫ്, അബു സലീം ക, നവാസ് വള്ളിക്കുന്ന്, യൂസഫ് ഭായ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും എക്സൈറ്റഡ് ആണോ നിങ്ങളൊക്കെ? നമുക്ക് വെയിറ്റ് ചെയ്യാം. അവരോട് എത്തിയിട്ടുണ്ട്, ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരണം. നിങ്ങൾ ഇത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നതിന് വേണ്ടിയിട്ടാണ്. അവർ വരുന്നുണ്ട്. എല്ലാവരും എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. നമ്മുടെ സ്വന്തം ആക്ടർ അബു സലീം ഖാൻ. പ്രത്യേകിച്ച് പറയാനില്ല, വള എല്ലാ ചേരുവകളും ഒത്തിണങ്ങിയ ഒരു ചിത്രമാണ് വള. അപ്പോൾ അത് സെപ്റ്റംബർ 19 റിലീസ് ചെയ്യുകയാണ്. ക്ഷമ ചോദിക്കുകയാണ്. എനിക്കറിയാം കുറച്ചധികം സമയം കാത്തിരിക്കേണ്ടി വന്ന് എന്നുള്ളതാണ്. അത് ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കുറച്ചധികം ദൂരങ്ങൾ, കുറേ 2 കോളേജ് അങ്ങനെ കുറച്ച് പ്രൊമോഷൻ്റെ തിരക്കിലായി പോയതാണ്. അതുകൊണ്ട് അതിന് ആദ്യം ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതെ എന്ന് നിങ്ങളുടെ ക്രിയേഷൻസ് ഞാനും എൻജോയ് ചെയ്യുന്നതാണ്. കുറേ പേര് അറിയുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ സിനിമ വള എന്നാണ് നമ്മുടെ സിനിമയുടെ പേര്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ സോങ്സൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് മുഹാഷിനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. സ്പെഷ്യൽ പരിഗണന കൊടുത്ത് കാണണം. താങ്ക് യു.
Thank you so much for all the love you have given to my music, to my songs, and very grateful for this opportunity that I got to sing in a Malayali movie. അപ്പൊ നിങ്ങളല്ല ആദ്യം തുടങ്ങേണ്ടത്. ലുക്കുമാൻ എന്ത് ചോദിക്കണ്ട അറിയില്ല. ഇതിന് നമ്മൾ അങ്ങനെ തന്നെ കാണുന്നത്, നമുക്ക് ഇങ്ങനെ തന്നെ സംസാരിക്കാൻ പറ്റിയൊരു വേദിയായിട്ടുണ്ട്. ഇത് ഇപ്പുറത്തിരിക്കണ്ടെന്നുള്ളൂ മാത്രം. ഇത് ശരിക്കും ഞാനൊരു ശീതളുടെ ക്യാരക്ടറാണ്. ഒപ്പം പിന്നെ കുറച്ച് അബുക്കാടെ കൂടെയാണ്, അബുക്കാടെ ക്യാരക്ടറിൻ്റെ കൂടെയാണ് ഈ ക്യാരക്ടർ പോണത്. പിന്നെ നമ്മുടെ ഹായ് ഓൾ, എൻ്റെ പേര് മിസ്വ എന്നാണ്. എനിക്ക് ലുക്മാക്കനോടാണ് ചോദിക്കാനുള്ളത്. ആർക്ക് വേണമെങ്കിൽ ആൻസർ ചെയ്യാം. അപ്പോൾ നമ്മുടെ വള എന്ന് പറഞ്ഞൊരു മൂവി എന്ന് പറഞ്ഞൊരു ഫാമിലി ഓറിയൻറ്റഡ് മൂവിയാണല്ലോ. പേര് കേട്ട ഒരു ഇപ്പോൾ സുലേഖ മനസ്സിൽ ചിലപ്പോൾ അതേപോലെ പ്രണയം ഉണ്ടായിരിക്കാം. അപ്പോൾ അതേപോലെ കുറേ സീൻസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ടില്ല ഏതെങ്കിലും സീനോ അല്ലെങ്കിൽ ഈ ഫിലിം ഡെഡിക്കേറ്റഡ് ആയിട്ട് ആർക്കെങ്കിലും ചെയ്യണം തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഇതേപോലെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇനി ഇതേപോലെ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ ഇതേപോലെ ഒരു ഫ്രണ്ടിനുണ്ട്, ഇനി അല്ലെങ്കിൽ ഫാമിലി ഇതേപോലെ ഒരാളുടെയും തോന്നിയ ഏതെങ്കിലും റിലേറ്റബിൾ സീൻസ് ഉണ്ടോ? കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചോദിക്കാം, ഇതേപോലെ ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഞാൻ ചെയ്ത അതേപോലെ ഒരു ക്യാരക്ടർ പോലെ അങ്ങനെ ഏതെങ്കിലും ഒരു ഫ്രണ്ടോ ഫാമിലി മെമ്പറോ റിലേറ്റബിൾ ആയിട്ട് തോന്നി ഏതെങ്കിലും ഇൻസിഡൻസ്? പോലീസുകാരാണെങ്കിലും ഒരു ഹസ്ബൻഡ് കൂടിയാണ് ബാലപ്രകാശ് എന്നുള്ളത്. അപ്പോൾ പുള്ളിയുടെ ഫാമിലി ഉണ്ട്, പുള്ളിയുടെ ചേച്ചി, പുള്ളിയുടെ വൈഫ്, പിന്നെ മാത്രമല്ല എനിക്ക് പെട്ടെന്ന് ആലോചിക്കൊന്നും കിട്ടുന്നില്ല. സുലൈഖ മനസ്സിൽ പോലെ അല്ല, സുലൈഖ മനസ്സിൽ പോലത്തെ ഒരു അനുഭവം എൻ്റെ കൂട്ടുകാർക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് എന്താന്ന് വെച്ചാൽ അവൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അത് പരസ്പരം കാണാതെ പിന്നെ പെട്ടെന്ന് കല്യാണ ദിവസത്തിലോട്ട് എത്തുകയും അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും അതൊക്കെ പറഞ്ഞിട്ട്, പിന്നെ വേറൊരാൾ ഇതുപോലെ തിയേറ്ററിൽ പോയിരുന്നിട്ട് ആ തിയേറ്ററിൽ തന്നെ ഇവൻ കല്യാണം കഴിച്ച് എന്തൊക്കെ ചെയ്യപ്പെട്ടിട്ടില്ല ഇവര് സെയിം തിയേറ്ററിൽ അവരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പടം കണ്ടു കഴിഞ്ഞിട്ട് അവരത് പിന്നെ ആ പിണക്കന്മാരെ അവർ ജോയിൻ ആയി എന്നുള്ള ഒരു ഭയങ്കര ഒരു അനുഭവമൊക്കെ പറഞ്ഞത് വീട്ടിൽ വരുന്നത് ഇപ്പോൾ ഒരു ശീലമായി ട്രെൻഡിങ് ആയി മാറിയിട്ടുണ്ട്. സോ എനിവേ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ആൻസർ ആൻഡ് ദ ടീം ഹോൾ ടീം വെരി ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ശരിക്കും ഒരു സിനിമ എപ്പോഴും ഇങ്ങനെ റിലേറ്റബിൾ ആവുന്നതും ആളുകൾക്ക് കൂടുതൽ കണക്ട് ആവുന്നതും ആ സിനിമ ജനങ്ങൾക്ക് എത്രത്തോളം എത്തുന്നുണ്ട് എന്നനുസരിച്ചിട്ടാണ്. അപ്പോൾ ഈ വള എന്നുള്ള സിനിമ നാളെ നിങ്ങളടുത്ത് എത്തുമ്പോൾ നിങ്ങളത് എത്രത്തോളം സ്വീകരിക്കുന്നതനുസരിച്ചിട്ടാണ് അതിൻ്റെ ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുക. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വള ഇതുപോലെ തന്നെ ചർച്ച ചെയ്യപ്പെടട്ടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ ഇതുപോലെ നല്ലൊരു അടിപൊളി ക്വസ്റ്റ്യൻ? യെസ്. ഫിലിമിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ക്യാരക്ടേഴ്സിനെ പറ്റി പറഞ്ഞു. അപ്പം നമ്മളെപ്പോലുള്ള കാണികൾ ഏത് ടൈപ്പ് ഫിലിമാണെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? കോമഡി മൂവിയാണോ, സീരിയസ് മൂവിയാണോ, അതോ നിങ്ങൾ അഭിനയിച്ച ആൾക്കാർ, ഡയറക്റ്റ് ചെയ്ത ആൾക്കാർ എന്നുള്ള നിലക്ക് എന്താണ്? അല്ല, ആലപ്പുഴ ചിങ്കാന കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് വരുന്നത് നമ്മുടെ സെറ്റിലേക്കാണ്. അപ്പം ആലപ്പുഴ അപ്പം ആ തല്ല് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട് ഈ സിനിമയിൽ. ഒരു ഫൺ ആക്ഷൻ ഡ്രാമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു ടീം ജോയിൻ ആയിട്ടുള്ള ഒരു മൂവി എന്നുള്ള നിലക്ക് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ പേര് കേട്ടാൽ തന്നെ ഒരു ഫാമിലി ടച്ച് മൂവിയാണ്. പക്ഷെ നേരെ തിരിച്ച് നമ്മളെ തല്ലുമാല, അതേപോലെ ആലപ്പുഴ ജിംഖാന, അതിലൊക്കെ വരുന്ന കോമഡീസ്, അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനാണെങ്കിലും കൂടുതൽ ലുക്മാൻ്റെ ആ ഒരു ഫൈറ്റ് പിന്നെ ഞങ്ങൾ എടുത്ത് പറയുന്നത്, ഇപ്പോൾ തല്ലുമാലാവട്ടെ ആലപ്പുഴ ജിംഖാനൊക്കെ കണ്ട സമയത്ത് ആ ചേക്കൻ്റെ ആ ഫൈറ്റ്, ആ ബാത്റൂമിൻ്റെ ആ കിക്ക്, പൊന്നു ഒന്നും കൂടി കാണണം, ആ ഒരു ലെവലിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ഉള്ളിലേക്ക് തട്ടുന്ന രീതിയിലുള്ള ഒരു ഫൈറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൂമെന്റ്സ് അതിൽ ഇന്നത്തെ സിനിമ അതല്ല. ഇന്ന് സിനിമ നമ്മൾ അഭിനയിക്കും. So could you please explain or you share your experience with this Malayalam industry? It's very simple and easy. I'm a huge fan of Govind, so I can appreciate everything. Word which Govind and these guys taught me, and that was Adipoli. And trust me, this movie and music, it's one of a kind, and I'm sure so much. Thank you so much, sir, and all the very best, and so happy to hear this from you, sir. Thank you.
इतना बहारों सले तमा हाँ इतना बहारों सले तमा शुस पर शहरी तिबगत हादरई दूर चोनी बुमाजरई माजरई माजर चांद तारे सारा आसमां तू मिला मिला हो ये जहां ख्वाब सारे सब कहानियां तू मिला मिला हो ये जहां. Thank you so much. കയ്യടി പോ യെസ്, അങ്ങനെ എല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. നമ്മുടെ ലുക്മാൻ ക, നമ്മുടെ ദിൽഷാദ് സോമയുടെ യാവർക്ക, അബു സലീം ക, ഡയറക്ടർ മുഹാഷിൻ ക, എല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് സംസാരിച്ച് നമ്മളിതാ ഇറങ്ങാൻ പോട്ടോ. ബാക്കിയുള്ള എല്ലാവരും സ്റ്റിൽ അവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിലാട്ടോ. കുറേ പേര് വ്ളോഗ് ചെയ്യുന്നുണ്ട്, കുറേ പേര് റീൽസ് ചെയ്യുന്നുണ്ട്, കുറേ പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങ് ഇറങ്ങി. ഹലോ ഗായ്സ്, സോ നമ്മളങ്ങനെ വള മൂവീൻ്റെ പ്രമോഷനൊക്കെ കഴിഞ്ഞു. ലുക്മാൻ ക, പിന്നെ അതുപോലെ അബു സലീം ക, എല്ലാവരും ഉണ്ടായിരുന്നു. സോ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു. സോ നമ്മൾ ബാക്ക് ടു ഹോം പോവാണ്. ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. കഴിഞ്ഞില്ല നമ്മളെ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് നമ്മൾ ഹേ കോഴിക്കോട്, ആഷിഖ്, റഹൂഫ്, ആമി വ്ളോഗ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുമായിട്ട് കുറേ കഥകളും തമാശകളൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്ക് ടു ഹോം പോയത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.